ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ്, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ലഭിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഡ്രൈവിങ്ങിൽ ഒരു ട്രിക്കാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് ബേസിക് ഐഡിയ ഒക്കെ കിട്ടി വാഹനം നമ്മൾ റോഡിൽ ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ ഗിയർ ഷിഫ്റ്റിംഗ് നമ്മൾ കൃത്യതയോടെ മനസ്സിലാക്കിയല്ല ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും, ഗിയറിൻ്റെ ടീത്തിനൊക്കെ വളരെ വേഗത്തിൽ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഗിയർ ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഗിയർ ക്രമത്തിൽ തന്നെ എല്ലാ ഗിയറും ഷിഫ്റ്റ് ചെയ്യണോ, ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ക്രമത്തിലിടണോ, ഫോർത്തിൽ നിന്ന് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് ഇതെല്ലാം ക്രമത്തിലാണോ ഇടേണ്ടത് എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില ഡ്രൈവിങ്ങിലെ കാര്യങ്ങളുണ്ട് ഗിയർ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട്. ഇത് ഒരു വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരാൾ ബേസിക് ഐഡിയ കിട്ടിയെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം. അതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇവിടെ വാഹനം പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു ബേസിക് ഐഡിയ കിട്ടി, അതിനുശേഷം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഗിയർ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ നമ്മൾ വാഹനം ഓടിക്കാനായിട്ട് പഠിക്കണം. അതിന് ഗിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ഗിയറുകൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും താളത്തോടെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് നമ്മളുടെ വാഹനത്തിന് ഗിയറാണ്. അപ്പോൾ ഇതങ്ങനെ കൃത്യതയോടെ ചെയ്യാം, കംപ്ലൈൻറ്റുകൾ ഒഴിവാക്കി എങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വാഹനം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എൻ്റെ കാല് ബ്രേക്കിലും ഫുൾ ക്ലച്ചിലും വന്നു. എപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഫുൾ ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുക. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി ന്യൂട്രൽ പൊസിഷനിലല്ല കിടക്കുന്നത്, ഗിയറിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ക്ലച്ച് ഫുൾ ചവിട്ടിയില്ലെങ്കിൽ വാഹനം മുന്നോട്ട് ജമ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടുക. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത്, വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഗിയറിൽ കിടന്നാലും പ്രോബ്ലം ഒന്നുമില്ല, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഇടുന്നത് നമ്മൾ ക്രമത്തിൽ തന്നെ ഇടണോ? അതൊരുപാട് പേർക്ക് സംശയമുണ്ട്. ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഇവിടെ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, എൻ്റെ വാഹനത്തിന് ഗിയർ ബോക്സിന് ഒരുപാട് ലോഡ് കൊടുക്കാതെ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുക. എന്നിട്ട് ക്ലച്ചേ മാത്രം വാഹനത്തെ നീക്കരുത്. അപ്പം നമ്മൾ ഗിയർ ബോക്സ് ആണ് കൂടുതലായിട്ടുള്ള ഒരു ലോഡ്, ഗിയർ ബോക്സിൽ ആ ഒരു ലോഡ് അങ്ങ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ ആ ലോഡ് എടുക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും, നിരന്തരം വണ്ടി ഓഫായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നീങ്ങാനായിട്ടുള്ള ഒരു പവർ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുകയും ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ വണ്ടിയെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ക്ലച്ച് മാത്രം അയച്ചാണ് എടുക്കുന്നത്, എന്ത് ചെയ്യും, നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയറിന് വൈബ്രേഷൻ വരും, നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും. അത് നമ്മളുടെ വാഹനത്തിന് ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാൻ, നിരന്തരം യൂസ് ചെയ്യുന്നതിലൂടെ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഗിയർ ഇടുമ്പോൾ അടുത്തൊരു ഗിയറിലേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? കൊടുക്കുമ്പോൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നൽകി അടുത്ത ഓരോ ഗിയർ ഇടാനായിട്ട് പഠിക്കണം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാനായിട്ടാണ് ഞാനിപ്പോൾ വാഹനം പതിയെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്, നിങ്ങളെ കാണിച്ചത്. ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ കയറ്റത്ത് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. കയറ്റത്ത് സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ സെക്കൻഡ് ഗിയറിന് ഒരുപാട് ജെർക്ക് വരാത്ത രീതിയിൽ ഗിയർ ഇടാനായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ഗിയർ ഒരുപാട് ലോഡ് എടുക്കുമ്പോഴാണ് ഈ ജെർക്ക് വരുന്നത്. പലപ്പോഴും നമ്മൾ ഗിയർ ഇട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഒരു ജെർക്ക് വരുമല്ലോ, അത് വരാതിരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ആക്സിലറേഷൻ റോഡ് മനസ്സിലാക്കി നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നമ്മളൊരു കയറ്റത്താണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ് നൽകി ഒരു 20 കിലോമീറ്റർ എങ്കിലും വേഗത എത്തിയതിന് ശേഷം ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക.
ഇടുക, ക്ലച്ച് നിന്ന് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുക. സെക്കൻഡ് ഇട്ടാൽ ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് ഒരുപാട് ലോഡ് വരില്ല, സ്മൂത്ത് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് വിടും, സെക്കൻഡ് ഗിയറിൽ തന്നെ വാഹനം ഓടും. അതിന് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വണ്ടി സെക്കൻഡ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 20 കിലോമീറ്റർ എങ്കിലും ഒരു വേഗത എത്തിയതിന് ശേഷമേ ആ ഗിയറിൽ ഒരു വാഹനം സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ആകുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഗിയറുകളെ മനസ്സിലാക്കി നിങ്ങൾ ഗിയർ ഇടാനായിട്ട് പഠിക്കണം. അപ്പോൾ ആ ഗിയറിനും ഒരു തരത്തിലുള്ള പ്രശ്നവും വരത്തില്ല. നമ്മൾ ഗിയർ ഇടുന്നതിന് ഒരു താളം വരും, കൃത്യമായിട്ടുള്ള ഒരു ബാലൻസോടെ ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഇനി തേർഡ് ഗിയർ എങ്ങനെയാണ് ഇടേണ്ടത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. തേർഡ് ഗിയറിനും കൃത്യമായിട്ടുള്ള ഒരു സ്പീഡുണ്ട്, അത് മനസ്സിലാക്കി ഇടുക. അല്ലാതെ ചുമ്മാ നമ്മൾ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ഇട്ട് കൊടുക്കരുത്. ഓക്കെ, അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എൻ്റെ വണ്ടി ഒരു ചെറിയ ഗട്ടറിലേക്ക് വരികയാണ്, എൻ്റെ കാല് ബ്രേക്കിലേക്കും വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ ഗിയർ ബോക്സിന് ഒരുപാട് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നത്. കാരണം നമ്മൾ ഇറക്കം കൂടി ഒരു ഗട്ടർ ഇറങ്ങുവാണ്. ഇവിടെ നമ്മൾ ഗിയറിൽ മാത്രം ഇറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ചാട്ടം ഉണ്ടാവും. അപ്പോൾ അത് വാഹനത്തിന് മറ്റു പാർട്സുകൾക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ ഗിയറിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, വാഹനത്തിൻ്റെ ഗിയറിൽ ആ ഒരു വരുന്ന ഗിയറിൽ ചിലപ്പോൾ ഒരു വൈബ്രേഷനൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് താങ്ങി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ പോവാണ്. സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഞാൻ ഇത്രയും ലാഗ് എടുത്തത് പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കുക. സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തേർഡ് ഗിയറിൽ പോകാനായിട്ടുള്ള വേഗത ആക്സിലറേഷൻ കൊടുത്ത് ആക്കിയിട്ട് മാത്രമേ മൂന്നാമത്തെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ മൂന്നാമത്തെ ഗിയറും വൈബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഗിയറിൽ വണ്ടി പോകാനായിട്ടുള്ള മടി കാണിച്ചിട്ട് എന്ത് ചെയ്യും, വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചത്, ഇപ്പോൾ സെക്കൻഡിൽ പോകുമ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് ഒരു 20 കിലോമീറ്റർ വേഗത ബാലൻസ് ചെയ്താണ്. 20 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേഗതയല്ല, ചെറിയൊരു വേഗത മാത്രമേ ഉള്ളൂ. എന്നാൽ തേർഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല ഒരു മൂവ്മെൻറ്റ്സ് നൽകി ഒരു 25 അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത് വണ്ടിയുടെ വേഗത എത്തിച്ചിട്ടാണ് തേർഡ് കൊടുക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സ്ട്രെയിറ്റ് റോഡിൽ അത്യാവശ്യം സ്ട്രെയിറ്റോ വളവിലൊക്കെ കൊടുക്കാം. ഇതിന് ഞാൻ നിങ്ങളെ കാണിക്കാം. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഒരു 25 കിലോമീറ്റർ വേഗതയാക്കി ക്ലച്ച് പിടിച്ചു, തേർഡ് ഇട്ടു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു, എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ഇതേ ആ 25 കിലോമീറ്റർ വേഗതയെ ബാലൻസ് ചെയ്ത് ഞാൻ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വണ്ടി എന്ത് ചെയ്തു, തേർഡ് ഗിയറിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോവാണ്. ഇപ്പോൾ ഒരു ചെറിയ കയറ്റം കയറി ഒരു 30 കിലോമീറ്റർ വേഗതയാണ് ഈ ചെറിയ കയറ്റം കയറി പോകുന്നത്. ഇത് കറക്റ്റ് ഒരു കണക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഇനി വണ്ടിയുടെ വേഗത കുറയുന്ന പക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ വേഗത ഒരു 25 കിലോമീറ്റർ ഇങ്ങനെ ഏകദേശം മെയിൻറ്റെയിൻ ചെയ്താണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഒരു 25 കിലോമീറ്റർ ആണെങ്കിൽ ഒരു തേർഡ് ഗിയറിൽ നമ്മുടെ വണ്ടി സ്മൂത്ത് ആയിരിക്കും. മനസ്സിലായോ? വാഹനത്തിൻ്റെ തേർഡ് ഗിയറിന് ഒരു കാരണവശാലും ജെർക്കൊന്നും വരത്തില്ല, സ്മൂത്ത് ആയിട്ടുള്ള ഒരു താളത്തിൽ നമ്മളുടെ വാഹനം ഡ്രൈവ് ആയി പോകും. നിങ്ങൾ മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ഗിയറിനെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾ ഫോർത്ത് ഗിയർ ഉപയോഗിക്കുന്നത് എവിടെയാണ്, അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സ് നൽകുക. നല്ല മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ മാത്രമേ നിങ്ങൾ നാലാമത്തെ ഗിയർ ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇടാം. ഇവിടെ ഇട്ട് ക്ലച്ച് പിടിച്ചത് ഫോർത്ത് ഇട്ട് നമ്മളിതേ വാഹനം ഇങ്ങനെ വരുന്നു. വീണ്ടും നമുക്ക് നാലാമത്തെ ഗിയറിൽ വേഗത പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ പോകാവുള്ളൂ. ഇപ്പോൾ ഇവിടെ വാഹനത്തിൻ്റെ വേഗത കുറയുകയാണ്. തീർത്തും കുറഞ്ഞ പക്ഷം എന്ത് ചെയ്യണം, നാലാമത്തെ ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുക. ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയ റണ്ണിങ് നമുക്ക് ഇടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടാം, അതൊരു ബാലൻസ് ആണ്. ആ റണ്ണിങ് എന്ന് പറയുന്നത് ഒരു 10 കിലോമീറ്ററിനോടും താഴോട്ട് വന്ന ഒരു 5 കിലോമീറ്ററിനോടൊക്കെ അടുത്ത് വരുന്ന ആ ലെവലിൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഗിയറിലേക്ക് ഇത് കൊടുത്ത് പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് റണ്ണിങ്ങിൽ എടുക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഗിയർ ഡയറക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ജെർക്ക് വരത്തില്ല. എന്നാൽ നമ്മൾ ഒരു ഫോർത്തിൽ വരുന്നു, നമ്മുടെ വണ്ടിയുടെ വേഗത ഒരു 10 കിലോമീറ്റർ വേഗതയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ, ഒരുവിധം റണ്ണിങ് ചെറുതായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ ആ ഫസ്റ്റ് ഗിയറിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതായത് ആ ഗിയറിലേക്ക് പിടിച്ചായിരിക്കും വാഹനം വീഴുന്നത്. ഒറ്റയടിക്ക് നാലാമത്തെ ഗിയറിൽ നിന്ന് 10 കിലോമീറ്ററിലേക്ക് താഴുമ്പോൾ എന്ത് ചെയ്യും, വാഹനത്തിനുള്ളിൽ ജെർക്ക് വരും. അപ്പം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു. ഇപ്പം സെക്കൻഡ് കൊടുത്തു, തേർഡ് കൊടുത്തു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് കൊടുത്തു, ഞാനിങ്ങനെ നാലാമത്തെ ഗിയറിൽ പോവാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ വണ്ടി തീർത്തും സ്ലോ ആയി. ഞാൻ ആക്സിലറേഷൻ അയച്ച് വന്നു, സ്പീഡ് കുറഞ്ഞ് 20 കിലോമീറ്റർ താഴെ വന്ന് 0 കിലോമീറ്ററിന് അടുത്ത് വരുവാണ്. ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് ക്ലച്ച് ഞാൻ അയച്ചപ്പോൾ നിങ്ങൾ നോക്കി ഒരു തരത്തിലുള്ള ജെർക്കും ഇല്ല, കണ്ടോ? അപ്പോൾ അത്രയും വേഗത താഴുമ്പോൾ ഇടേണ്ട ഒരു ഗിയർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഒരു കാരണവശാലും റണ്ണിങ്ങിൽ അത്യാവശ്യം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ വേഗതയുള്ളപ്പോൾ ഒരിക്കലും ഇടരുത്. തീർത്തും റണ്ണിങ് കുറയുന്ന സമയത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് പേര് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഡ്രൈവിങ്ങിൽ ഉണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പതിയാണ് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തന്നത്, 4ാമത്തെ ഗിയർ വരെ ഇടുന്ന ഒരു കാര്യം. ഇനി ഞാനത് വേഗത്തിലിട്ട് കാണിക്കുകയാണ്, നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഇത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ ക്ലച്ചേ മാത്രമല്ല വണ്ടി എടുക്കുന്നത്, ആക്സിലറേഷൻ കൊടുത്തെടുക്കുകയാണ്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. ഏകദേശം വണ്ടിക്ക് ഒരു 20 കിലോമീറ്റർ ആക്കി സെക്കൻഡ്, കണ്ടോ? ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. ഏകദേശം ഒരു വണ്ടിക്ക് 25 കിലോമീറ്റർ ആക്കി തേർഡ്. ഏകദേശം ഒരു വണ്ടിക്ക് അതേ ഒരു 30-40 കിലോമീറ്റർ ആക്കി ഫോർത്ത്. വണ്ടി തീർത്തും സ്ലോ ആയിട്ട് വരുവാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തു. 10 കിലോമീറ്റർ താഴെ വന്നു, ഒരു 0 കിലോമീറ്ററിനോട് അടുത്ത്, അതായത് 5 കിലോമീറ്റർ അടുത്ത് വന്നു, ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്തു. കാരണം ഇവിടെ ഒരു ചെറിയ കർവൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ വണ്ടി അവിടെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ കറക്റ്റായിട്ട് വന്നുകൊണ്ട് ഞാനത് കൃത്യതയോടെ നിങ്ങളിവിടെ ചെയ്ത് കാണിച്ചാണ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അത്രയും കുറഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ വീണ്ടും ഞാൻ സെക്കൻഡ് കൊടുക്കുന്നു. ഇനി നമ്മളത് ഇതുകൊണ്ട് കൃത്യമായിട്ട് ആ താളം മനസ്സിലാക്കുകയാണ്. ഡ്രൈവിങ്ങിൽ തേർഡ് കൊടുത്തു, ഫോർത്ത് കൊടുത്തു. കണ്ടോ? ഇപ്പം ഒരു 35-40 അത്രേ ഉള്ളൂ. ഫോർത്തിൽ ഇതേ പോവാണ്. കണ്ടോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു വളവുണ്ട്. എനിക്ക് വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ വളവ് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ എൻ്റെ വണ്ടി ബ്രേക്ക് ചെയ്ത് സ്ലോ ആവുകയാണ്. ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത് വേഗത കുറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ക്ലച്ച് പിടിച്ചു, തേർഡ് ഇട്ടു. കണ്ടോ? അപ്പോൾ ആ ടൈമിങ്ങിലുള്ള ഡൗൺ ഷിഫ്റ്റിങ് വന്ന് ആക്സിലറേഷൻ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, വണ്ടി ചെറിയ കയറ്റം കയറി. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ വേഗത കുറയുന്നതിനനുസരിച്ചായിരിക്കണം ഗിയർ ഡൗൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തേർഡ് ഗിയർ പോകാം. മനസ്സിലായോ? ഇനി സെക്കൻഡ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ കൊടുത്താൽ മതി. ഞാൻ ആ സിറ്റുവേഷൻ വരുമ്പോൾ അതനുസരിച്ച് ഡൗൺ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുകയാണ്. റോഡ് സ്ട്രെയിറ്റ് ആയി ഒരു 40 കിലോമീറ്ററായി ഫോർത്ത് കൊടുത്തു. കണ്ടോ? 4ാമത്തെ ഗിയർ പോകണേ. നിങ്ങൾ നോക്കുക, ഫോർത്ത് ഗിയർ ഇങ്ങനെ പോകുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഒരു 50 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് 5ാമത്തെ ഗിയർ കൊടുക്കാം. ഒരു 45-50 ആയപ്പോൾ 5ാമത്തെ ഗിയർ കൊടുത്തു. ഇത് നോക്കുക, 5ാമത്തെ ഗിയറിലാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇനി ബ്രേക്കിൽ എൻ്റെ കാല് വരുവാണ്, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു, വണ്ടി സ്ലോ ആയി വരുവാണ്, വേഗത കുറഞ്ഞു വരുവാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ക്ലച്ച് പിടിച്ച് ഫോർത്തിലേക്ക് ഇട്ടു. കണ്ടോ? 4ാമത്തെ ഗിയറിലേക്ക് വന്നു. വീണ്ടും വേഗത കുറഞ്ഞു. ഇവിടെ ഒരു ഗട്ടറൊക്കെ ഉണ്ട്. വേഗത കുറഞ്ഞ ഒരു 20 കിലോമീറ്റർ വേഗതയിലേക്ക് അടുത്ത് വരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തേർഡിലേക്ക് ഇട്ടു. വീണ്ടും വണ്ടിയുടെ വേഗത കുറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ കൊടുത്തു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ വേഗത മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഗിയറുകൾ ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഒരു സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുവാണ്. ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ഗിയർ എന്നിട്ട് ഒരു ഗട്ടർ അങ്ങോട്ട് ഇറങ്ങി. ഇതിപ്പോൾ ഇവിടെ ഒരു ഗട്ടർ ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ക്ലച്ച് അരപ്പിച്ച് ആക്സിലറേഷൻ കൊടുത്ത് സെക്കൻഡ് ഗിയറിൽ വണ്ടി ആ ഗട്ടർ ഇറങ്ങി പോകാനായിട്ട് കൊടുക്കും. അങ്ങനെയും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ക്ലച്ച് അരയ്ക്കുകയാണ് ഒന്ന് ചെയ്യുന്നത്, കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും. അതുപോലെ തന്നെ നമ്മൾ ഗട്ടർ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങി ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തെടുക്കുമ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് കൂടുതൽ ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഗട്ടർ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ സെക്കൻഡ് ഗിയറിലല്ല പോകേണ്ടത്. ഗട്ടർ വന്നു കഴിഞ്ഞാൽ പതിയെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയച്ച് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താൽ ഒത്തിരി വിരപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല, കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരത്തില്ല, വളരെ സുഖകരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇങ്ങനെ ഗിയറിനെ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാതെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. റിവേഴ്സ് ഗിയർ ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് ചേർത്തിടുക. ചില സമയത്ത് നമുക്ക് ഫസ്റ്റിൽ നിന്ന് റിവേഴ്സ് ഇടുമ്പോൾ ഇങ്ങോട്ട് വീഴത്തില്ല, ഇങ്ങനെ തട്ടി നിൽക്കും ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു പിടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ വലിച്ചിടുക. വീഴുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും സെക്കൻഡ് കൊടുക്കുക, എന്നിട്ട് ഒന്നും കൂടെ വലിച്ചിടുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഗിയർ വീണോളും. മറ്റൊരു ഗിയർ ഇട്ടിട്ട് വീണ്ടും ഈ ഒരു ഗിയർ ഇട്ടാൽ മതി.